മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഫുഡ് ബിസിനസ് ഐഡിയയെ കുറിച്ചിട്ടാണ്. നിങ്ങളൊരു ഫുഡ് ട്രക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണോ? എങ്ങനെ ഫുഡ് ട്രക്ക് ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ? തീർച്ചയായും അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്. കാരണം അത് ലോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഫുഡ് ട്രക്ക്. അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ പേഴ്സൺ ആയിട്ട് കൂടി നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഫുഡ് ട്രക്ക്. എപ്പോഴും നമുക്ക് ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ചിന്ത പോവുക ഫുഡ് ബിസിനസ്. എപ്പോഴും എന്നും മാർക്കറ്റിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രോഫിറ്റ് ലഭിക്കാവുന്ന ഒരു ബിസിനസ്സാണ് ഫുഡ് ബിസിനസ്. അപ്പോൾ ഈ ഫുഡ് ട്രക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം? ഈ ഫുഡ് ട്രക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഡിഷസ് ആണ്. അതായത് നിങ്ങൾ ഒരുപാട് ഡിഷസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാണ്ട് ഏതെങ്കിലും 2 ഐറ്റം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആൾക്കാരിൽ എത്തിക്കുക. അതായത് ഇപ്പൊ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ബിരിയാണി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എത്തിക്കാൻ നോക്കാം. ഇല്ല, നിങ്ങളുടെ ഒരു ചായക്കടയാണ്, അപ്പൊ പല വെറൈറ്റിയിലുള്ള ചായകൾ പ്രിപ്പയർ ചെയ്ത് അത് ടേസ്റ്റി ആയിട്ട് ആൾക്കാരിൽ എത്തിക്കാൻ നോക്കാം. എന്ത് പ്രൊഡക്റ്റ് ആണോ എന്ത് ഐറ്റം ആണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണത് അത് അതിൻ്റെതായ 101% അതിന്റെ പ്യുവർ ക്വാളിറ്റിയിലും നിങ്ങൾ അത് ഉണ്ടാക്കിയ ആൾക്കാരിൽ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാലാണ് ഒരു വട്ടം വന്ന് കഴിച്ചവര് പിന്നെയും രണ്ടാമതും ആ പ്രോഡക്റ്റ് ആ ഒരു ഐറ്റം അന്വേഷിച്ച് പിന്നെയും നമ്മളിലേക്ക് എത്തുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക. അതിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും നിങ്ങൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങൾ കൊടുക്കുന്നത് എന്ത് ക്വാളിറ്റിയിലാണ് നിങ്ങൾ ആൾക്കാരിൽ ആ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്ത് എത്തിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവർ പിന്നെയും നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ആണ് ക്വാളിറ്റി. മൂന്നാമത്തെ പോയിന്റ് ഒക്കേഷൻ. നമ്മൾ ഇത് എവിടെയാണോ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളെ ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ആൾക്കാർ നമ്മുടെ ഈ ഒരു സംഭവം കണ്ട് നമ്മളിലേക്ക് വന്ന് ഫുഡ് കഴിക്കാനൊക്കെ തയ്യാറാവുള്ളൂ. അപ്പൊ നമ്മുടെ ഒക്കേഷൻ എവിടെയാണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് ആൾക്കാർ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് മാത്രം നിങ്ങൾ ഈ ഒരു സംഭവം ഈ ഒരു ട്രക്ക് പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ പോയിന്റ് ആണ് സോഷ്യൽ മീഡിയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഇൻഫ്ലുവൻസറിനൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ഈ ഫുഡ് ട്രക്ക് ഒന്ന് കൊളാബൊക്കെ ചെയ്ത് പരസ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പോപ്പുലാരിറ്റിക്ക് ആൾക്കാരെ അറിഞ്ഞ് അന്വേഷിച്ച് വരാൻ സാധ്യതയോ. അപ്പൊ നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കുക. ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നിങ്ങളുടെ ഈ ഫുഡ് ട്രക്കിനെ കുറിച്ച് പരസ്യങ്ങൾ കൊടുക്കാനും ഈ ഇൻഫ്ലുവൻസറായിട്ട് കൊളാബ് ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ അന്വേഷിച്ച് വന്ന് നമ്മുടെ ഫുഡ് കഴിക്കാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ചാൻസ് കൂടി നിങ്ങൾ മിസ്സാക്കാണ്ട് നോക്കാട്ടോ. അഞ്ചാമത്തെ പോയിന്റ് ആണ് ബ്രാൻഡിങ്. ബ്രാൻഡിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. 100 എണ്ണം ഉണ്ടെങ്കിൽ 100 എണ്ണം ഒരേപോലെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. ഇതിന്ന് കുറച്ച് വ്യത്യസ്തകൾ വരണ്ട. അപ്പൊ 100 എണ്ണത്തിൽ ഒരെണ്ണമായി മാറാൻ നോക്കുക നിങ്ങൾ. അതായത് കുറച്ച് യൂണീക്കായിട്ട് നിങ്ങളുടെ ഈ ട്രക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടും കുറച്ച് മോഡിഫൈഡ് ആയിട്ടും ആൾക്കാർ കുറച്ചും കൂടി അട്രാക്ട് ചെയ്യിക്കുന്ന രീതിയിൽ നിങ്ങൾ അത് മോഡിഫൈ ചെയ്ത് വെക്കാൻ നോക്കുക. നിങ്ങൾ ഈ ട്രക്ക് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് അട്രാക്ഷൻ വരുന്ന രീതിയിൽ ആകർഷണം ഉണ്ടാകുന്ന രീതിയിൽ ആ ട്രക്ക് പ്രസന്റ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മള് ഒരു ഷോപ്പ് കണ്ട് അട്രാക്ഷൻ അവിടെ ഒന്ന് കയറി നോക്കിയാലോ എന്ന് നമുക്ക് തോന്നിയാലല്ലേ നമ്മൾ അവിടെ കയറുള്ളൂ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ അത് മോഡിഫൈ ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പൊ അഞ്ചാമത്തെ പോയിന്റ് ബ്രാൻഡിങ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. ആറാമത്തെ പോയിന്റ് ആണ് ലോയാലിറ്റി. അതായത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് എത്രത്തോളം നന്നായി ബിഹേവ് ചെയ്ത് ഇന്ററാക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ അവർക്ക് എത്രത്തോളം ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം അതിനനുസരിച്ച് അവർ പിന്നെയും നമ്മുടെ അടുത്തേക്ക് വരും. അതിനനുസരിച്ച് തന്നെ നമ്മൾ കൊടുക്കുന്ന ഐറ്റത്തിന് അതിനനുസരിച്ചുള്ള ടേസ്റ്റും ക്വാളിറ്റിയും കൂടി നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുന്നു അതും കൂടി ഇതിന് ഏറ്റവും വലിയ പോയിന്റ് ആണ് ലോയാലിറ്റി. അപ്പൊ നിങ്ങൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫുഡ് ട്രക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതൊരു ലോസിലേക്ക് പോവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ബിസിനസ് ആശയങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.